വേദിനെ കാണാൻ പറ്റും. അസ്സലാമലൈക്കും. എന്റെ പേര് നിസാർ എന്നാണ്. ഞാൻ കയ്പമംഗലം ചളിങ്ങാട് സ്വദേശിയാണ്. ഇതെന്റെ ഇരട്ട സഹോദരനാണ്. ഞങ്ങൾ ഇരട്ടകളാണ് നിസാം. അപ്പോ ഇന്ന് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ആണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. എനിക്ക് അറിയില്ല. ഇന്ന് ഉച്ചക്ക് 12 മണിക്ക് എന്റെ വൈഫ് ഡെലിവറി ഉണ്ടായിരുന്നു. സിസേറിയൻ ആയിരുന്നു. ഒരു 2 മണിക്കൂർ ലൈഫിലത്തെ സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിക്ക് ഹാർട്ട് സംബന്ധമായിട്ടൊരു പ്രശ്നമായിട്ട് 2 ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഇപ്പോൾ ലാസ്റ്റ് ആസ്റ്റർ മെഡിസിറ്റിലേക്ക് കൊണ്ടുവന്നൊക്കെയാണ്. അപ്പൊ കുട്ടിക്ക് ബ്രീത്തിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട്. 2 വെയിന് മാറിയായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓപ്പൺ സർജറി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഏകദേശം 12 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഇപ്പൊ ഒരു ചെറിയൊരു തുക കൂട്ടിയിട്ട് ഇപ്പൊ അടച്ചിട്ടുണ്ട്. അതൊന്നും പോരാ നമുക്ക്. എനിക്ക് എന്ന് പറയുന്നത് വേറൊരു നിവൃത്തിയില്ല. നമ്മള് അന്നത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പോ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ സഹായിക്കാൻ സാധിക്കുന്നവരൊക്കെ നല്ല രീതിയിലൊന്ന് സഹായിക്കാം. ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാണ്. ഒരു ദിവസം പോലും ആയിട്ടില്ല എന്റെ മോന്. ഞാൻ 9 വർഷം കാത്തിരുന്നിട്ടാണ് എനിക്ക് ഒരു മോനിപ്പോ കിട്ടിയത്. എനിക്കൊരു മോളുണ്ട്. എന്റെ മോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു ആൺകുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പൊ കിട്ടിയതാണ്. 2 മണിക്കൂർ സമയത്തേക്ക് കുറച്ചൊരു സന്തോഷം. ഞാനിതുവരെ ഒരാളെ വീട്ടിൽ കൈ നീട്ടിയിട്ടില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കത് എങ്ങനെ പറയണെന്ന് അറിയത്തില്ല. കഴിയുന്നവര് സഹായിക്കുക. ഒരുപാട് പേര് സഹായിക്കാതെ നോക്കിയിട്ട് അക്കൗണ്ട് ബ്ലോക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാന് സുഹൃത്തുക്കളെ അക്കൗണ്ട് വഴിയൊക്കെ ഞാൻ പറയാം. നിങ്ങളെങ്ങനൊക്കെ കഴിയുന്ന രീതിയിൽ സഹായിക്കാം. കുഞ്ഞിനെ എന്തായാലും രക്ഷപ്പെടുത്തിയും അത്ര ആഗ്രഹിച്ചു പോയത്. ഒരു കുഞ്ഞില്ലാത്തവർക്ക് അറിയാലോ അതിന്റെ ഒരു വിഷം. വൈഫിന് ഇതറിയില്ല. വൈഫ് സിസേറിയൻ കഴിഞ്ഞിട്ട് മോനെ കണ്ടിട്ട് കൂടിയില്ല. ആ സമയത്ത് അവൾക്ക് ഓർമ്മ ഉണ്ടായില്ല. അതിന് ശേഷമാണ് ഇപ്പൊ ഇതൊക്കെ നടന്നിട്ടുള്ളത്. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓർമ്മ വന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ട് ഇൻഫെക്ഷനാണ്, കുട്ടീനെ കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയില്ല എത്ര ദിവസം അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്റെ മോന്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥ അറിയിച്ചു കഴിഞ്ഞാല് സിസേറിയൻ കഴിഞ്ഞത് മാത്രല്ല, തീരെ ഒരു ധൈര്യം ഇല്ലാത്തൊരു കുട്ടി കൂടിയാണ് എന്റെ വൈഫ്. അവൾക്ക് സഹിക്കാൻ പറ്റൂല അത്. കാരണം അവള് എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു ആൺകുഞ്ഞ് വേണമെന്നുള്ളത്. അവളെ അറിയിച്ചിട്ടില്ല. അപ്പൊ ഇത് പഠിച്ചവൻ എന്റെ കൂടെ ഉണ്ട്. നിങ്ങളും സഹായിക്കണം. എനിക്ക് എന്റെ മോനെ എനിക്കൊക്കെ അതുപോലെ നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏകദേശം അർദ്ധരാത്രി 2 മണിക്കാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോ സംസാരിക്കുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചിയിലുള്ള ആസ്റ്റർ മെഡി ഹോസ്പിറ്റലാണ്. പ്രിയപ്പെട്ടവരെ, നിസാം എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ടവന്റെ സങ്കടം നമ്മൾ കണ്ടില്ലേ. ഇന്ന് രാവിലെ ഇവന്റെ ഭാര്യ പ്രസവിച്ച നിമിഷം മുതലേ വളരെ സന്തോഷമായിട്ടാണ് ഇവരെ നമ്മളെ സുഹൃത്തും കൂടിയാണ്. എടാ ഭാര്യ പ്രസവിച്ചു, അൽഹംദുലില്ലാ ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് എന്റെ സുഹൃത്ത് നിഷാദ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോ വലിയ സന്തോഷമായിരുന്നു. പക്ഷെ 2 മണിക്കൂർ മാത്രമാണ് ആ സന്തോഷത്തിന് ആയുസ് ഉണ്ടായുള്ളൂ. നിസാമിന്റെ ഭാര്യ സർജറി ആയിരുന്നു. എന്നാലും വളരെ ആഹത്തായിട്ടൊരു പൊന്നുമോനെ റബ്ബ് നൽകി. പക്ഷെ 2 മണിക്കൂറിനിപ്പുറം ഇവിടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സങ്കടകരമായി മാറി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഓടിയെത്തി. രാവിലെ മുതൽ ഞങ്ങളിവിടെ ഓടിയെത്തിയതാണ്. ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് ഞങ്ങൾ മാക്സിമം റിക്വസ്റ്റ് ചെയ്തു, എങ്ങനെയെങ്കിലും ഒരു ചെറിയ കുഞ്ഞല്ലേ, നിങ്ങൾ ഹൃദയത്തിലോ ബാല്യത്തിലോ താലോലത്തിലോ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പൊന്നുമോന്റെ സർജറി നിങ്ങൾ നടത്താമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചത് അങ്ങനെ ഒരു സംവിധാനം ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഇല്ല. എമർജൻസി ആയിട്ട് നിങ്ങൾ ഏകദേശം 12 ലക്ഷം രൂപ നാളെ രാവിലെ അടച്ചാൽ മാത്രമേ ഈ കുഞ്ഞിന്റെ സർജറി നടക്കുകയുള്ളൂ എന്നാണ് ഈ ഹോസ്പിറ്റലിൽ അറിയിച്ചിട്ടുള്ളത്. സാധാരണ അന്നത്തെ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന പ്രിയപ്പെട്ടവരാണ്. ഈ 12 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായി മാറും. എങ്ങനെയെങ്കിലും ആ പിഞ്ചോമയുടെ മുഖം നിങ്ങൾ കണ്ടില്ലേ, എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയണ്ടായി ഒരു മക്കളില്ലാത്തവർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ. നമ്മളൊക്കെ ഒന്ന് ആത്മാർത്ഥമായി കഴിവിന്റെ പരമാവധി ഒന്ന് സഹായിച്ചാലേ
ഒരു ദിവസം കൊണ്ട് തന്നെ ഈ പ്രിയപ്പെട്ടവന്റെ പൊന്നുമോന്റെ സർജറി നടക്കും. പ്രിയപ്പെട്ടവരെ, നാളെ രാവിലെ 9 മണിക്കാണ് സർജറി പറഞ്ഞിട്ടുള്ളത്. അപ്പോഴേക്കും ഈ പണം നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ ഒരു സർജറി ചെയ്യില്ല. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മളൊക്കെ സമാധാനം പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ അനുഭവിച്ചുകൂടാ. എല്ലാവരും കഴിവിന്റെ പരമാവധി ഈ പ്രിയപ്പെട്ടവന് വേണ്ടി സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കാണ്. നമ്മുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പിലും നമ്മുടെയൊക്കെ കുടുംബ ഗ്രൂപ്പിലും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. പെട്ടെന്ന് ഒരു കമ്മിറ്റിയോ മറ്റാരെയും നമുക്ക് സംഘടിപ്പിക്കാനോ കൊണ്ടുവരാനോ സാധിച്ചിട്ടില്ല. കാരണം വളരെ എമർജൻസി വീഡിയോ ആണ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ആദ്യം ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കഴിവിന്റെ പരമാവധി നിങ്ങൾ സഹായിക്കുകയും വേണമെന്ന് ഒരിക്കൽ കൂടി റബ്ബിന്റെ കാരുണ്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുകയാണ്. പല തുള്ളി പെരുവെള്ളം പോലെ ഇത് നമ്മുടെ കയ്യിലുള്ളത് എത്രയാണോ അത്ര നമ്മൾ ഈ പൊന്നുമോന്റെ ജീവന് വേണ്ടി സഹായിക്കണം. ഇവരുടെ സഹോദരന്മാരുടെ അക്കൗണ്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വെക്കുന്നത്. കാരണം പെട്ടെന്നായതുകൊണ്ട് തന്നെ അറിയാലോ, ഇപ്പോ ചെറിയൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴേക്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവുന്ന സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ അക്കൗണ്ട് ഗൂഗിൾ പേ നമ്പർ നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അക്കൗണ്ടിലേക്ക് ഇടാൻ സാധിക്കില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു നിമിഷമെങ്കിലും എടുത്തുകൊണ്ട് ഇവിടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇഷാദ് വട്ടർമാലാണ്. നമ്മള് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ രണ്ടുപേരാണ് ഈ നിൽക്കുന്നത്, നിസാമ നിസാർ. ഈ രാത്രിയിൽ ഞങ്ങളിവിടെ ഓടിയെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കില്ലെങ്കിൽ പിന്നെ എന്തുട്ടാണ് അല്ലെ. അപ്പോ അവന്റെ മോനുക്ക് ഇത്രയും വലിയൊരു സർജറി, എനിക്കറിയാം അവന്റെ കടങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഞങ്ങളെപ്പോലെ അറിയുന്ന ആളുകൾ മറ്റാരും ഇല്ല, കാരണം അത്രയും അടുത്ത സുഹൃത്താണ്. അപ്പോ ആ മോനിക്ക് ആ സർജറിക്ക് വേണ്ടിയിട്ട് 12 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ലൈഫിൽ പണിയെടുത്താൽ പോലും ഇത്രയും ഫണ്ട് ഒപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പോ ഇങ്ങനെ കൈനീട്ടാന്നല്ലാണ്ട് ഇത്രയും ഈ ഒരു വീഡിയോയിലൊന്നും ഇതുപോലെ വന്നിട്ടൊന്നും ഒരു പരിചയവും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായം 100 ആയാലും 50 ആയാലും 500 ആയാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് നമ്മുടെ സുഹൃത്തിന്റെ ആ മോന്റെ ആ ഒരു ഓപ്പറേഷൻ നടത്താനായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു സംഖ്യ, ഈ 12 ലക്ഷം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രീതിയിൽ തന്നെ എല്ലാവരും സ്വരുക്കൂട്ടിയിട്ട് ഈ ഒരു ഫണ്ട് എത്രയും വേഗം തന്നെ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ഇതാണ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന് പടച്ചവന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.